രോഹിത്തേട്ടാ, UDFന്റെ പുതുയുഗ യാത്ര വിവാദമായ കുറ്റ്യാടിയൊക്കെ കടന്ന് ബാലുശ്ശേരിയിലൊക്കെ എത്തി. അപ്പോൾ ബാലുശ്ശേരിയെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ വലിയ ജനസാഗരമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നമ്മൾ പറയുന്ന പോലെ സച്ചിൻ ദേവ് MLA സ്ഥലമാണ്. വീണ്ടും കഴിഞ്ഞ മാസം സച്ചിൻ ദേവ് MLA സംസാരിക്കുമ്പോൾ വീണ്ടും അവിടെ സാധ്യതയുണ്ടെന്നും ചെഞ്ചുകപ്പ് മണ്ണാണെന്നും ഒക്കെ പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ UDF പിടിക്കാനുള്ള സാധ്യത, VD സതീശൻ പറഞ്ഞ 100 സീറ്റുകളിൽ ഒന്നാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലാതെ ഈ 100 സീറ്റിലേക്ക് എത്താൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ കൂടെ ചേരുമ്പോഴല്ലേ ആവാൻ പറ്റൂ. ഇപ്പം സച്ചിൻ ദേവ് പറഞ്ഞത് ശരിയാണ്, ചെഞ്ചുകൊപ്പ് മണ്ണ് തന്നെയാണ് ബാലുശ്ശേരി. കഴിഞ്ഞ തവണ അതുകൊണ്ടാണ് എന്തായാലും തോക്കും, എന്നാൽ പിന്നെ ഒരു സെലിബ്രിറ്റി നിർത്തി തോപ്പിക്കാം എന്ന് വിചാരിച്ച് UDF ധർമ്മജനെ കൊണ്ടുവന്നാണ് മത്സരിപ്പിച്ചത്. കൊള്ളാവുന്നൊരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള ഇടം ബാലുശ്ശേരിയിൽ ഇനിയും UDFന് ബാക്കിയുണ്ട് എന്ന കൃത്യമായ ബോധ്യം VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക്, UDFന്റെ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സംവരണ മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സച്ചിൻ ദേവിൻ്റെ പ്രവർത്തനങ്ങളോടൊക്കെ, സച്ചിൻ ദേവൊക്കെ ചെറുപ്പത്തിൻ്റെ തിളക്കവുമായി മത്സരരംഗത്തേക്ക് വന്നതാണ്. അവിടെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സച്ചിൻ ദേവ് അവിടെ എന്ത് ചെയ്തു എന്ന് ഓഡിറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ മലയാളി സമൂഹം പിണറായി വിജയൻ്റെ 10 വർഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് എന്താണെന്നും ഇപ്പോൾ VD സതീശൻ നടത്തുന്ന യാത്രകളിലേക്ക്, ജാഥകളിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന BJPയുടെ പരിപാടികളിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മാറ്റത്തിന് കൊതിക്കുന്ന കേരളത്തിന് സ്വാഭാവികമായും ആ മാറ്റം UDFൻ്റേതായിരിക്കുമെന്ന് കൃത്യമായ ബോധ്യമുണ്ടാക്കി കൊടുക്കാൻ UDFന് സാധിക്കുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ ഒരു വലിയ വിജയരഹസ്യവും. വലിയ ബാധ്യതയായി മാറും UDFന് വിജയിക്കാൻ ഇവിടുത്തെ NDAയുടെ വളർച്ച എന്ന ഒരു വലിയ സംശയമുണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, NDAയുടെ ക്യാമ്പ് അടഞ്ഞ മട്ടാണ്. NDAയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വാർത്തകളോ ഒന്നും കേൾക്കുന്നില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ജയിച്ച BJP കൗൺസിലർമാരെ നരേന്ദ്രമോദി കാണുമ്പോൾ പറയുന്നത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ജനം വെറുത്തിരിക്കുന്നു, അതുകൊണ്ട് NDA കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താൻ വലിയ പാടൊന്നുമില്ല എന്നുള്ളതാണ്. വിഷൻ 35 ആണ് അവർ കൊണ്ടുപോകുന്നത്, 35 സീറ്റ്. അതായത് 5 വർഷം മുമ്പ് സുരേന്ദ്രൻ പറഞ്ഞ 35 സീറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് BJP പോകുന്നത്. ഒരു 10 സീറ്റാണ് അവർക്ക് നേടും എന്ന് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ആ 10ൻ്റെ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ പോലും ഉണ്ടാകുന്ന നമ്പറിലേക്ക് BJP എത്തുമോ എന്ന സംശയം ബാക്കിയാകുന്നുണ്ട് എന്ന് നമുക്ക് വേണ്ടി പറയും. ആ 1 വെട്ടിക്കളയേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് പോകും. അത് 0 സീറ്റിലേക്ക് വീണ്ടും BJP ഒതുങ്ങേണ്ടി വരുമോ എന്ന സംശയം ബാക്കിയാകും. കാരണം ഈ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും സ്വയം ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പം CPMൽ ഇത്തവണ പിണറായി വിജയൻ മാറി നിന്നിട്ട് മറ്റൊരു മുഖത്തെ, ഒരു ജനകീയ മുഖത്തെ മുന്നിൽ നിർത്തി അവതരിപ്പിച്ചെങ്കിൽ, ആ രാഷ്ട്രീയ, എന്നിട്ട് പിണറായി വിജയൻ ഇലക്ഷൻ ക്യാമ്പ് നയിച്ചിരുന്നെങ്കിൽ, ഇലക്ഷൻ മുന്നിൽ നിന്ന് നയിച്ചിരുന്നെങ്കിൽ അതിന് മറ്റൊരു മാനം വന്നേനെ. അതായത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവരുന്ന ആരും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ CPMന്റെ സൗമ്യ മുഖങ്ങളിലോ അല്ലെങ്കിൽ ഗൗരവ മുഖങ്ങളിലോ ജനകീയ മുഖങ്ങളിൽ പെടുന്ന ഒരാൾ, അത് KK ശൈലജ ആവരുത്. KK ശൈലജയുടെ ഇമേജ് മുഴുവൻ നശിച്ചു. ശൈലജ അനാവശ്യമായി എന്താണ് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാർക്ക് പോലും മനസ്സിലാകുന്നില്ല. ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിലേക്ക് ചെയ്ത റിട്ടയർഡ് ഉദ്യോഗസ്ഥ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ, ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് KK ശൈലജയെ പോലെ ഒരാൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇന്ത്യയിൽ ഓണത്തിന് പ്രത്യേക അലവൻസ് കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന്. ഈ ഓണം കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കറിയാൻ വയ്യ. ഓണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് സാമാന്യ ബോധ്യം പോലും ഈ KK ശൈലജ ടീച്ചർക്കില്ലേ? ഞാൻ അപ്പോഴും ചിന്തിച്ചോളൂ, പലരും തുന്നൽ ടീച്ചർ എന്നൊക്കെ വിളിച്ചവരെ കളിയാക്കുമ്പോൾ നമ്മളതിനെ എതിർത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികം തുന്നൽ ടീച്ചർ എന്താ ടീച്ചർ അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ആൾ എന്താണ് ശൈലജ ടീച്ചറിന് പറ്റുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇവരെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു സർപ്രൈസ്, ഈ സർപ്രൈസിന് ആരുണ്ട്? ഇപ്പൊ ഈ KK ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനല്ല, ഒരു മധ്യവയസ്സിനോടടുത്ത ഒരു മനുഷ്യൻ. നോക്കൂ, ഇപ്പൊ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ 2ാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അയാൾ, ആ ഒരു മധ്യവയസ്സിനോടടുത്ത ഒരു മനുഷ്യൻ, അപ്പോൾ അയാൾക്ക് ബേപ്പൂരിൽ സീറ്റ് കൊടുക്കുന്നു. ഇതിനു മുമ്പ് മത്സരിച്ച് കോർപ്പറേഷനിൽ പോലും പരാജയപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ നേതാവാണ്. ഇപ്പോൾ DYFIയുടെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിരുന്നു എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട് അദ്ദേഹത്തിന് ബേപ്പൂർ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച സീറ്റ് കൊടുത്തു. അവിടെ വരെ കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു സീറ്റിന് അർഹനാണ്. പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് പിന്നെ സീറ്റ് കൊടുക്കാതിരിക്കേണ്ട. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് സംഭവിച്ചത് എന്താ? ആദ്യമായി ജയിച്ചു വരുന്ന ഇയാൾക്ക് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് കൊടുക്കുന്നത്, പൊതുമരാമത്തും 2 ടൂറിസവും. അവിടെ ഒരു അസ്വാഭാവികതയുണ്ട്. എന്ത് സീനിയോറിറ്റി അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഈ 2 വകുപ്പുകൾ കൊടുത്ത് ഇയാളെ മന്ത്രിയാക്കുന്നത് എന്ന്. ആ അസ്വാഭാവികത സംഭവിക്കാമെങ്കിൽ, അത് കുടുംബത്തിൽപ്പെട്ട മരുമോനായതുകൊണ്ടാണ് ആ അസ്വാഭാവികത സംഭവിച്ചത്. ആ അസ്വാഭാവികത സംഭവിക്കാമെങ്കിൽ സകല പ്രിവിലേജുകളും സകല സീനിയോറിറ്റികളും മാറ്റി നിർത്തി ഒരു യുവാവിനെ മുന്നിൽ കൊണ്ടുവന്നൂടെ?
CPM എന്താ അങ്ങനെ യുവാവിനെ എടുക്കാനില്ലേ? ഇയാളാണ് ഞങ്ങളുടെ, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എൻട്രി, ഒരു പൊതു സ്വതന്ത്രനെ കൊണ്ടുവരുന്നു, ഒരു പുതിയൊരാളെ CPM കൊണ്ടുവരുന്നു. ഇയാളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പിണറായി വിജയൻ അയാളുടെ വലത്തെ കൈ പിടിച്ചു ഉയർത്തി പറയുകയാണ് ഇയാളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പിണറായി വിജയൻ്റെ ഇമേജ് മാറില്ലേ? CPMൻ്റെ ഇമേജ് മാറില്ലേ? ചെയ്യില്ല. അപ്പോൾ അയാൾക്ക് വേണം, അവർക്ക് വേണം. ഇത് തന്നെയാണ് BJP സംഭവിക്കുന്നത്. എന്താ, ഇപ്പോൾ K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ഇലക്ഷൻ നയിച്ചു. K. സുരേന്ദ്രൻ കോൺഫിഡൻറ്റോടെ പറഞ്ഞു 35 സീറ്റ് കിട്ടുമെന്ന്. K. സുരേന്ദ്രൻ കോൺഫിഡൻറ്റോടെ പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് K. സുരേന്ദ്രനും പാർട്ടി ഉയർത്തിക്കാട്ടിയത് ആരെയാ? ഈ ശ്രീധരനെയാണ്. എന്നിട്ട് കേരളം അംഗീകരിച്ചില്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈ ശ്രീധരനെയാണ് അംഗീകരിച്ചത്. പാലക്കാടൊക്കെ ഭയങ്കര ടൈറ്റ് മത്സരത്തിന് ഇടവെച്ചില്ലേ? പലയിടങ്ങളിലും നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നില്ലേ? പലയിടങ്ങളിലും BJP വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി മാറിയില്ലേ? പക്ഷെ ഇപ്പം BJP എന്താ ചെയ്യുന്നത്? ഇപ്പം BJP ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനെ ബ്രാൻഡ് ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട എൻ്റെ BJPയുടെ PR എൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിനകത്തുണ്ട്, ആ എഡിറ്റിംഗ് ടീമിലൊക്കെ ഉണ്ട്. നമ്മളോടൊപ്പം ജോലി ചെയ്തവർ, നമുക്കറിയാവുന്നവർ, നമ്മളെ ചേട്ടനായി കാണുന്നവർ, നമ്മൾ ചേട്ടന്മാരായി കാണുന്നവരൊക്കെ അതിനകത്തുണ്ട്. അവരൊക്കെ നമ്മുടെ വീഡിയോകൾ അത്യാവശ്യമൊക്കെ ശ്രദ്ധിക്കാറുമുണ്ട് എന്നുള്ളതാണ്. തമ്പിലോ ക്യാപ്ഷനിലൊക്കെ BJP കണ്ട് അവർ നോക്കാറ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇവരുടെ PR ടീമിൻ്റെ പേജുകളിലൊക്കെ നമ്മുടെ ഫേസ് ഞാൻ ഇങ്ങനെ മിന്നി മാഞ്ഞ് പോകുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് വിമർശിക്കാനായാലും അവർക്ക് അനുകൂലമാണെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം കണ്ടൊരു റീലാണ്, അവരിത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വന്ദേ ഭാരത് ട്രെയിനിൽ രാജീവ് ചന്ദ്രശേഖർ ഇരുന്ന് വരുന്നു. ഇവിടെ ഒരു ഇടതുപക്ഷക്കാരനും ഒരു വലതുപക്ഷക്കാരനൂടെ ചരട് വെച്ച് പിടിവലിക്കുന്നു. വന്ദേ ഭാരത് വന്ന് നിൽക്കുന്നു. ഇയാൾ ഇറങ്ങി വന്നത് കട്ട് ചെയ്ത് കളയുന്നു. മാറ്റം വരും. രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങി വന്ന് കട്ട് ചെയ്ത് ഇവർ രണ്ടുപേരും സൈഡിലോട്ട് മറിഞ്ഞങ്ങ് വീഴുകയാണ്. രാജീവ് ചന്ദ്രശേഖരന് കേരള BJPയുടെ എന്ത് പിതൃത്വമാണ് ഏറ്റെടുക്കാൻ പറ്റുന്നത്? ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത്? നൂലിൽ കെട്ടി ഇറങ്ങിയ ഒരു പ്രസിഡന്റ് അല്ലേ രാജീവ് ചന്ദ്രശേഖരൻ? K. സുരേന്ദ്രനോ കുമ്മനം രാജശേഖരൻ പോട്ടെ, ഇവിടെ തന്നെ സജീവമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. ഈ ശ്രീധരൻ പിള്ളയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ, എത്ര പേരുകളെ നമുക്ക് എടുത്തു പറയാൻ മുന്നോട്ട് വെക്കാനുണ്ട്? എത്ര പേരുകൾ BJPയിൽ. ഈ പറയപ്പെടുന്ന ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് മലയാളം പോലും നന്നായി സംസാരിക്കാൻ അറിയാത്ത ഒരാൾ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ നടക്കുക. ശശി തരൂരിനെ അംഗീകരിച്ചിട്ടില്ല ഇവിടെ. ഇത് കേരളോട് ഞാൻ പറഞ്ഞ വിശ്വപൗരനായ ശശി തരൂരിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ പുള്ളി കോൺഗ്രസ്സുകാരനായ വിശ്വപൗരനായ ശശി തരൂരിനെ അംഗീകരിക്കാത്ത നാടാ കേരളം. ഏതാ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂർ കാണാൻ കഴിയില്ല. സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? ഒരു കോൺഗ്രസ്സുകാരന് കാണാൻ കഴിയില്ലല്ലോ. ശശി തരൂർ മുഖ്യമന്ത്രിയാവുന്നു. നിഷ്പക്ഷരായി നിൽക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ അയാൾ വന്ന ഇങ്ങനെ. പക്ഷെ ഒരു രാഷ്ട്രീയം അറിയുന്ന, രാഷ്ട്രീയ കേരളത്തിൽ അടുത്തറിയുന്ന ഒരാൾക്ക് പോലും പറ്റില്ല. കാരണം അയാൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ്. നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ നിന്ന് പേര് വിളിച്ചില്ലെന്നും പറഞ്ഞ് ഇറങ്ങി പോവുക പുള്ളി. ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് സംഭവിക്കുന്നത്. എനിക്ക് മുണ്ട് ഉടുക്കാൻ മടക്കി, ഇതിലും ഭേദം ജിതിൻ രാംദേവായിരുന്നു ആദ്യത്തെ സാധനം. ജതിൻ രാംദാസ് ആദ്യം പുള്ളി പറയുന്ന ഡയലോഗായിരുന്നു ഇതിലും എത്രയോ ബെറ്റർ അല്ലേ? പുള്ളി മലയാളം അറിയാതെ സംസാരിക്കും, അഭിനയിക്കുന്നുണ്ട്. അത് എത്രയോ ഭേദമായിരുന്നു. ആരാണെന്ന് ഈ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറെ സാധനം ഉണ്ടായിരുന്നു, പുള്ളി ചിരി വന്നേ. പുള്ളി ഇങ്ങനെ ഒരു കാറിൽ വരുന്നു, പുള്ളി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കാലെടുത്ത് താഴെ കുത്തുമ്പോഴത്തേക്ക് വികസനം ഇങ്ങനെ പൊങ്ങി വരും. എടാ ഇതൊക്കെ വല്ല തമിഴ്നാട്ടിലും കിടക്കുന്ന അണ്ണാച്ചിമാരോട് വാക്ക് അൺപാർലമെന്ററിയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. അവരെ കാണാൻ കൊണ്ട് കാണിക്കുക. അവിടെ പോയി പിന്നെ എല്ലാ തന്ത്രവും പഠിച്ചിട്ട് വന്ന അണ്ണാമലയെ പല ഒന്നും പയറ്റി നോക്കിയിട്ട് നടന്നില്ല. അണ്ണാമല രാഷ്ട്രീയമേ ഉപേക്ഷിക്കാൻ പോവാണ്. ഭാവി ദ്രാവിഡ പ്രധാനമന്ത്രി എന്നൊക്കെയായിരുന്നു അണ്ണാമലയെ ബ്രാൻഡ് ചെയ്ത്. ഇന്ത്യയുടെ അയാൾക്ക് വേണ്ടി കുറെ PR പണികൾ എടുത്തു ഇല്ലേ? മലയാള മാധ്യമങ്ങൾ പോലും അണ്ണാമലയെ പുകഴ്ത്തി പാടി ഇവിടെ ഇല്ലേ? മലയാള മാധ്യമം അണ്ണാമല എന്നുള്ള പേര് പറഞ്ഞാൽ മില്യൺ വ്യൂ ആയിരുന്നു. ഞാനും ചെയ്തിട്ടുണ്ട് പണ്ട് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ. അണ്ണാമലയുടെ പേര് പറഞ്ഞാൽ മില്യൺ വ്യൂ ആണ്. അന്ന് K. സുരേന്ദ്രനെ അടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേരാണ് അണ്ണാമലൈ. ആരാ ഈ പറഞ്ഞ പേരുകാരൊക്കെ BJPക്കാർ തന്നെ. K. സുരേന്ദ്രൻ അണ്ണാമലൈ അവിടെ ചെയ്യുന്നത് നോക്കൂ. K. സുരേന്ദ്രനോട് പരാജയപ്പെടും. K. സുരേന്ദ്രൻ പാർലമെന്റ് ഒരു സീറ്റ് ഒപ്പിച്ചിട്ടാ പോയത്. 20% വോട്ട് ഷെയർ ഒപ്പിച്ചിട്ടാണ് പുള്ളി അധികാര സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയത്. അവിടെ കേരളത്തിൽ 2 സീറ്റ് മത്സരിക്കാൻ ധൈര്യം കാണിച്ച ഹെലികോപ്റ്റർ പറഞ്ഞിട്ട് വേറെ ഏതാണ്ട് കേരളത്തിൽ K. കരുണാകരനെ കൊണ്ട് പറ്റിയില്ല, പിണറായി വിജയനെ കൊണ്ട് പറ്റിയില്ല, ഉമ്മൻചാണ്ടിയെ കൊണ്ട് പറ്റിയില്ല, K. സുരേന്ദ്രനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അയാളെ കഴിവ് ഞാൻ പുള്ളി അറിയാം എന്തായാലും ചെയ്യത്തില്ല, നമ്മൾ എൻജോയ് ചെയ്തേക്കാന്ന് പുള്ളി വിചാരിച്ചു. അതിന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? എനിവേ ഞാൻ പറയുന്നത് ഞാൻ K. സുരേന്ദ്രന്റെ ഫാൻ ഒന്നുമല്ല. ഇതിന്റേതായ ബുദ്ധിമുട്ടാണ്. പക്ഷേ BJP രാഷ്ട്രീയം നോക്കി കാണുമ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് രാഷ്ട്രീയം നോക്കുന്നവര്. ഞാൻ ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ BJPയും വേണം, BJPയും വേണം, കോൺഗ്രസും വേണം, മുസ്ലിം ലീഗും വേണം, ഇടതുപക്ഷങ്ങളിലെ പാർട്ടികളെല്ലാം, എല്ലാ പാർട്ടികളും വേണം, ചെറിയ ചെറിയ പാർട്ടികളും വൻകിട പാർട്ടികളും ഒക്കെ വേണം. പക്ഷേ ഇന്നലെ വരെ ഒരു വലിയ സംഘം വളർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനത്തെ
ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആരും മിണ്ടുന്നില്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ്. ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന്റെ പേരിൽ നിങ്ങൾ എങ്ങനെയാണ് സാറേ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പോകാൻ പോകുന്നത്? ബി ജെ പിക്കാരോടുള്ള എന്റെ ചോദ്യമാണ്. ഇപ്പോൾ CPM-കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് CPM-ന്റെ കറതീർന്ന ഭക്തർക്ക് പിണറായി വിജയനോട് വലിയ ആരാധനയാണ്, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിലെ ഗുണം എന്താണെന്ന് അറിയാം, ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസിലെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തി ആരാധന ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വി ഡി സതീശനെ ഒരു വ്യക്തിയാരാധനാ ബിംബത്തിലേക്ക് വളർന്നു വരികയാണെങ്കിൽ വി ഡി സതീശന്റെ കാലെ പിടിച്ച് താഴെ ഇടാനും പരസ്യമായി വിമർശിക്കാനും 100 പേര് നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ജനാധിപത്യത്തിന്റെ മഹത്വം. ഇപ്പൊ KC വേണുഗോപാൽ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി. ഇവിടുത്തെ KP സതീശൻ ആരെന്നാവണം, പുള്ളി അവിടെ നിന്ന് ഒപ്പിടണം. ആ പുള്ളി ഇവിടെ വന്ന് എവിടെയെങ്കിലും മത്സരിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി എങ്ങനെ ചവിട്ടി പുറത്താക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസിലുള്ളത്, അല്ലേ? അതാ ഞാൻ പറഞ്ഞ വിശ്വപൗരനായ ശശി തരൂരിനെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണ്. വോട്ട് ചെയ്യും, ജയിപ്പിക്കും, MP ആക്കും. കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശശി തരൂർ ഞങ്ങളുടെ അഭിമാനമാണെന്ന് പറയും. മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് രാഷ്ട്രീയം അറിയാം, ഇയാൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയം അറിയത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് പുള്ളിക്കറിയാം. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവല്ല പുള്ളി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ കോൺഗ്രസിൽ ഇപ്പോഴും 3 പേരുകാരാ. ഇപ്പൊ ഇലക്ഷൻ നയിക്കാൻ പോകുന്ന ആരാ? ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കാൻ പോകുന്ന ആരാ? രമേശ് ചെന്നിത്തലയാണ് ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കാൻ പോകുന്നത്. ജാഥ നയിക്കുന്ന ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. KPCC അധ്യക്ഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും KPCC അധ്യക്ഷൻ ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. KC വേണുഗോപാലും സജീവമായിട്ട് ഇവിടെയുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യം ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ആകില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. മത്സരിക്കുന്നുണ്ടോ? ഇല്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ KC വേണുഗോപാൽ മത്സരിച്ചാലേ അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ KC വേണുഗോപാൽ മത്സരിക്കില്ലേ? സ്വാഭാവികമായിട്ടും മത്സരിക്കും. KC വേണുഗോപാലും മത്സരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, KC വേണുഗോപാലും മത്സരിക്കും, K സുധാകരനും മത്സരിക്കും, ഷാഫി പറമ്പിലും മത്സരിക്കും. അങ്ങനെ കേരളത്തിലെ എണ്ണം പറഞ്ഞ MP-മാരിൽ പലരും മത്സരിക്കും. അടൂർ ഗോപാലകൃഷ്ണനല്ലോ, അടൂർ പ്രകാശും മത്സരിക്കും, കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. ജയിക്കാൻ സാധ്യതയുള്ള സകല ആളുകളും മത്സരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി വിഷയത്തിലേക്ക് ബാലുശ്ശേരിയിൽ കണ്ട ജനസാഗരം, അതിന് VD സതീശൻ ഉപയോഗിച്ച വാക്കാണ് പെർഫെക്റ്റ്. വിസ്മയം. വിസ്മയം. നിങ്ങൾ ഇവന്മാരെന്താ പറഞ്ഞത്? ചാനലിൽ കടക്ക് പുറത്ത് ഇത് മാത്രമേ പറയാനുള്ളൂ UDF. അല്ല, UDF പറയുന്നത് വിസ്മയം. ഈ UDF ക്യാമ്പ് പറഞ്ഞെന്താ 3ാം തവണയും പിണറായി വിജയൻ വരും. അങ്ങനെ തന്നെ അവർ ബ്രാൻഡ് ചെയ്യണം. 100 വോട്ട് UDF അപ്പോഴേ കിട്ടി. CPM വോട്ടുകൾ ബൂത്ത് തലത്തിൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട CPM-ന്റെ അണികളെ നിങ്ങളോട്, കറതീർന്ന CPM-മാരോട്, ചുവപ്പും അരിവാളും കണ്ടാൽ കൈ അറിയാതെ എന്ന് വിളിച്ചു പോകുന്ന ആളുകളോടാണ് പറയാനുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ഭയമാണ്. അതിനുള്ള കൊച്ചുകുട്ടികൾ അണിയറയിൽ ഒരുങ്ങി വരുന്നുണ്ട്. അത് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം മനോരമയിലെ ന്യൂസ് മേക്കർ അവാർഡ് ആർക്ക് കിട്ടി? VD സതീശന് കിട്ടി. VD സതീശനോട് വളരെ കളിയാക്കിക്കൊണ്ട് മറ്റേ കനലൊരു തരി MP ആരിഫ് എന്തോ പറഞ്ഞപ്പോൾ VD സതീശനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ KC പറഞ്ഞതുപോലെ ആഗ്രഹമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് അവതാരകൻ ചോദിക്കും. അദ്ദേഹം പറഞ്ഞത്, എന്തിനാ അങ്ങനെ പറയുന്നേ? 25 വർഷമായി. അപ്പോൾ നാളെ പാർട്ടി ഇപ്പൊ പറയാണ്, KPCC AICC പറയാണ്, VD സതീശൻ ഇത്തവണ മത്സരിക്കില്ല. ഞാൻ മത്സരിക്കില്ല. ഇനി മുഖ്യമന്ത്രി ആവും. അദ്ദേഹത്തിന്റെ നിലപാട് പറയാണ്. 25 വർഷക്കാലങ്ങൾ ഈ നാടിന് വേണ്ടി സേവനം ചെയ്യാനുള്ള അവസരം കൊടുത്തത് ആരാ? കോൺഗ്രസാ. പറവൂരിലെ ജനങ്ങളാണ്. പരാജയപ്പെട്ടല്ലേ തുടങ്ങിയത്. 25 വർഷക്കാലം പുള്ളി MLA ആയിരുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ വിഷയം എടുക്കൂ. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു. എന്തൊക്കെ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു നിയമസഭയിൽ, എന്തൊക്കെ വിഷയങ്ങളുമായി അദ്ദേഹം വന്നു. പക്ഷേ ഒരു പരാജയം സംഭവിച്ചപ്പോൾ പാർട്ടി പറഞ്ഞ പ്രതിപക്ഷ നേതാവായി VD സതീശൻ വരട്ടെ, മാറിയെന്ന് കൊടുത്തില്ലേ? എന്തെങ്കിലും എതിർപ്പുണ്ടായോ? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഒന്നുമില്ല. ഇന്റേണലി ഉണ്ടാവും, മാനസികമായിട്ടൊക്കെ ഉണ്ടാവും. അത് പാർട്ടിയെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് ഇവർ കൊണ്ടുപോയോ? അത് തന്നെയാണ് കോൺഗ്രസിന്റെ നാളെയുടെ പ്രതീക്ഷ. ഇവരെന്താ വിചാരിച്ച? അടിച്ച് പിരിയും. സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗുമായിട്ട് അടിക്കും. മുസ്ലിം ലീഗ് ഇവരെ തള്ളും. പിന്നെ ഇവർ KC-യും VD-യും RC-യും തമ്മിൽ പരസ്പരം കുത്തിച്ചാവും. പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ ഷാഫി പറമ്പിൽ ഇവരോട് ഇടയും. ഷാഫി പെടുത്താൻ നടന്നു വരുന്നില്ല. ബർത്ത്ഡേ വിഷു ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കണം. കണ്ടായിരുന്നോ? കണ്ടു. അതിനോട് വലിയ എതിർപ്പുണ്ടാവില്ലല്ലേ, സ്ത്രീപക്ഷമാണല്ലോ. അതുപോലെ നമ്മുടെ ശശി തരൂർ BJP-യിൽ പോകുന്നു. പിന്നെ ശശി തരൂർ ദുബായിൽ വെച്ച് CPM-മായി ചർച്ച നടത്തുന്നു. പിന്നെ MP ഗോവിന്ദൻ മാഷിന് ആളെ ദുബായിലോട്ട് വിട്ടിട്ടല്ലേ, ഇവിടെ ആകെ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി. അവര് ഡീലുകളൊക്കെ അവിടെ കൊണ്ടുപോയി ചർച്ച ചെയ്യും. ഇപ്പൊ വേറൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ ബൈക്കിൽ പോകുന്നതാണ് ഇപ്പൊ ട്രെൻഡ്. നേതാക്കന്മാർ ബൈക്കിൽ പോകുന്ന ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത്. റോഷി അഗസ്റ്റിൻ ഒരു ബൈക്ക് ഓടിച്ച്, ഇവനൊക്കെ പൊടിയും കുത്തി പോസ്റ്റർ ഒട്ടിച്ച് കിടന്ന കാലത്ത് സൈക്കിളിലാടെ നടന്നേ.
അവൻ ബൈക്കിലോട്ട് ഇത് വാർത്തയാക്കാൻ പോകുന്ന ചാലുകാരെ പെട്ട കുറ്റിയൊക്കെ അടിക്കണം, സത്യം പറയാലോ. ഇവന്മാര് കൊടിയും കുത്തി പോസ്റ്റർ ഒട്ടിച്ച് ബൈക്കിലും സ്കൂട്ടറിലും ചേതൊക്കെ സ്കൂട്ടർ ചരിച്ചിട്ട് എണ്ണ അടിച്ച് നടന്നതാ. ഇപ്പോഴല്ലേ ഇവനൊക്കെ മന്ത്രി. ഇതിനെന്തോ അത്ഭുതം, അതിനെന്തോ അത്ഭുതം. കഴിഞ്ഞ ദിവസമുണ്ട് പടിമുടക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്ന MV ഗോവിന്ദ മാഷ് ഗൺമാന്റെ ബുള്ളറ്റിന്റെ പുറകിലിരുന്നു. വാർത്തയാ, റീൽ. ഇത് വിസ്മയമായി കാണരുത് ദേവി, ഇത് വിസ്മയമായി കാണരുത്. ഇത് വിസ്മയമൊന്നുമല്ല. അത് അവന്മാർക്ക് ഒരു പ്രിവിലേജും ഇല്ല, അവർക്ക് ആർക്കും ഒരു പ്രിവിലേജും ഇല്ല. അത് ഷോ അല്ലേ? പണിമുടക്ക് ഉദ്ഘാടന ദിവസം MV ഗോവിന്ദ മാഷ് MLA ബോർഡ് വെച്ച വണ്ടിയിൽ യാത്ര ചെയ്ത് എന്തോ പ്രശ്നം? പണിമുടക്ക് ദിവസം ഞാൻ യാത്ര ചെയ്തല്ലോ എൻ്റെ കാറിൽ, ആരും എന്നെ തടഞ്ഞില്ലല്ലോ. ഇയാൾക്ക് കാറില്ലാഞ്ഞിട്ടാണോ? എണ്ണ അടിക്കാൻ സർക്കാർ കാശ് കൊടുക്കാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ പാർട്ടിയുടെ കാറില്ലാഞ്ഞിട്ടാണോ? MLA ശമ്പളവും പാർട്ടി സെക്രട്ടറിക്കുള്ള സംവിധാനങ്ങളും പാർട്ടിയും കൊടുക്കുന്നുണ്ടല്ലോ. MLA അല്ലാതിരുന്ന സമയത്തും പിണറായി വിജയൻ ഇവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ, കൊടി വെച്ച കാറിൽ. CPM-ന്റെ കൊടിയാന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇലക്ഷൻ ആകുമ്പോൾ ഇതുപോലെ കുറേ പേര് ഇറങ്ങും. ഇലക്ഷൻ ആകുമ്പോൾ ഇതുപോലെ കുറേ പേര് കുറേ നമ്പറുകളും ഒക്കെ ആയിട്ട് ഇറങ്ങും. CPM-ന്റെ പല നേതാക്കന്മാർക്കും മത്സരിക്കാൻ താല്പര്യമില്ല, അറിയോ? പല മുതിർന്ന നേതാക്കന്മാർക്കും മത്സരിക്കാൻ താല്പര്യമില്ല, ഭയം. ചേച്ചി വന്നിട്ട് അവിടെ നിന്ന് പ്രതിപക്ഷത്തിരിക്കണ്ടേ? ഇവന്മാർ പറയുന്ന മൊത്തം കേൾക്കേണ്ടി വരത്തില്ലേ? ഇപ്പൊ ഈ പിന്നെ VD സതീശൻ ചോദിക്കുന്നുണ്ട്, വനവാസത്തിന് പോകുന്നതിനെ പറ്റി VD സതീശനോട് ഈ ന്യൂസ് മേക്കർ ചർച്ച നടത്തി. പുള്ളി പറഞ്ഞ വനവാസം എന്ന് പറഞ്ഞാൽ ഞാൻ വനത്തിൽ പോയി താമസിക്കുമെന്നല്ല പറഞ്ഞേ. അങ്ങനെ പരാജയം സംഭവിച്ച സജീവ രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുന്ന എന്ന് വെച്ചാൽ അയാൾ MLA ആണെന്ന് ചോദിച്ചാൽ നിയമസഭയിൽ പോയിരിക്കാൻ പറ്റുമോ? അതായത് അങ്ങനെ സാധനം വന്നാൽ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. അദ്ദേഹം MLA ആണെങ്കിൽ MLA ജോലി ചെയ്ത് പോകും, നേതൃത്വത്തിലേക്ക് വരില്ല, പുതിയ ആളുകൾക്ക് നേതൃത്വം ഏൽപ്പിക്കും. അതല്ലേ നിലപാട്, അതല്ലേ കോൺഫിഡൻസ്, കോൺഗ്രസിന്റെ കോൺഫിഡൻസ്. ഇപ്പൊ ബാലുശ്ശേരിയൊക്കെ വലിയ മാതൃകയാണ്, വിസ്മയമാണ്. കാരണം ബാലുശ്ശേരി ഒന്നും അങ്ങനെ ആൾ കൂടുന്ന സ്ഥലമല്ല UDF-ന്. അവിടെയൊക്കെ എന്താണോ തരംഗം മനസ്സിലാക്കി അതിനെ കൂടെ നിർത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിലൊക്കെ മനസ്സിലാക്കുക. അവിടത്തേക്ക് തരംഗം ഷാഫി പറമ്പിലൊക്കെയാണ്. മനസ്സിലായോ? കോഴിക്കോടിന്റെ ഒരു തരംഗം ഈ പറയപ്പെടുന്ന VD സതീശനോ ഇവരാരോ ഒന്നുമല്ല. അവിടുത്തെ തരംഗം ഷാഫി പറമ്പിൽ ഉണ്ടാക്കുന്ന തരംഗമാണ്. അങ്ങനെയുള്ളവരെ ബ്രാൻഡ് ചെയ്യപ്പെടണം. ഇന്നലെ ഏതൊക്കെയോ ചാനലിന്റെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്, ഈ ചിരി വന്ന് കരുനാഗപ്പള്ളിയിൽ CR മഹേഷിന് 10ൽ 6 മാർക്ക്, പിന്നെ GR അനിലിന് 10ൽ 9 മാർക്ക്. പെണ്ണുമുള്ള കോർപ്പറേഷൻ മേയറും ആക്കി പുള്ളി മന്ത്രിയായിട്ടിരിക്കുകയാണ്. പഞ്ചാരയ്ക്ക് 14 രൂപ ആക്കിയിട്ടുണ്ട്. 14 ത്യാഗം ചെയ്ത വികസനോ സപ്ലൈകോയിൽ. പഞ്ചസാര 14 രൂപ, 1000 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ 14 രൂപയ്ക്ക് പഞ്ചസാര മേടിക്കാൻ. സപ്ലൈകോയിലെ യാഗ വികസനമാണ്. പുള്ളിക്കാണ് 10ൽ 9 മാർക്ക്. പെയ്ഡ് ജേർണലിസം പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. എന്തായാലും വിസ്മയം. ഇനി അത് ഇലക്ഷനെല്ലാം കഴിഞ്ഞ് എല്ലാം മായ എന്ന് പറയേണ്ടി വരുമോ എന്നറിയില്ല. ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നത്.